ഇതിന് ഓരോ സമയത്തും ഓരോ എക്യുപ്മെന്റ് ഇൻ ടേംസ് ഓഫ് ക്യാമറ ട്രെൻഡിങ് ആവും. ഇപ്പൊ അത് മറ്റേ മോട്ടോക്കെ റോബോ ആമാണ്, അതിന്റെ ഇങ്ങനെയുള്ള ആംഗിൾസ്, അതിന്റെ യൂസ് വന്ന് 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 5 സീക്വൻസ് ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലായി. അതുപോലെ അപ്പൊ ആളുകളെ ഫോളോ ചെയ്യുന്ന റിഗ് അത് ഭയങ്കര ഓവർ യൂസ്ഡ് ആവുന്ന പോലെ പല സ്ഥലങ്ങളിലും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് സിനിമാറ്റോഗ്രാഫർ കോൺഷ്യസ്ലി ഇതിൽ നിന്ന് മാറാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ നമ്മൾ നമ്മൾ ഫോഴ്സ്ഡ് ഒരിക്കലും ആകത്തില്ല. നമുക്കത് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഓരോ സീക്വൻസ് അനുസരിച്ച്. ഇതിനകത്താണെങ്കിൽ ഒന്നും ഭയങ്കര റോ ആയിട്ട് തന്നെ വരേണ്ട സാധനം. ബിക്കോസ് അത് ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ പടത്തിന്റെ ആ റിതമേ മാറും. എന്തിനു അവിടെ നിന്ന് ആൾക്കാർ തന്നെ ആലോചിക്കും, നമ്മളെ പോലും ആലോചിക്കണ്ട. നമ്മളങ്ങനെ ആകുന്നില്ല, അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ ആക്ച്വലി അത് ഓവർ യൂസ്ഡ് ആയി. രണ്ടുപേരും തോന്നുന്നുണ്ടോ റോബാം ഓവർ യൂസ്ഡ് ആയി, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഈ പറഞ്ഞ ഡിപ്പെൻസ് ഓൺ വിച്ച് പടത്തിൽ അത് യൂസ് ചെയ്യപ്പെടുന്നതിനനുസരിച്ചിരിക്കും. ഒരു ബഡ്ജറ്റ് ഉള്ള പടത്തിൽ ഇപ്പൊ അത് വേണം എന്നുള്ള രീതിയിൽ ആലോചനയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനൊന്നുമില്ല, പടത്തിൽ അത് ആവശ്യമാണെങ്കിൽ എടുക്കണം. അപ്പൊ നമുക്ക് ഒരു പടം അനുസരിച്ചാണല്ലോ. ഇതിനൊരിക്കലും ഒരു കാലത്തും ഇതിനകത്ത് ആലോചിച്ചിട്ടേ ഇല്ലാത്ത സാധനമാണ്. ഇപ്പൊ സിനിമാറ്റോഗ്രാഫേഴ്സ് എന്നുള്ള രീതിയിൽ ശരിക്കും ഈ എക്യുപ്മെന്റ് ആണോ അതോ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണോ, ഏതാ ക്യാമറമാനെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക? മെറ്റീരിയൽ. നല്ല മെറ്റീരിയൽ കിട്ടി നമ്മുടെ കയ്യിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ റെഡിന്റെ ഒക്കെ അല്ലെങ്കിൽ ജെമിനിയുടെ ഒക്കെ ഏറ്റവും പുതിയ വേർഷൻ ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ മെറ്റീരിയൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ് വെച്ച് നന്നാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയല്ല, നമ്മൾ എസ്തെറ്റിക്സ് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. വ്യക്തിപരമായിട്ടുള്ള എസ്തെറ്റിക്സ് അപ്ഗ്രേഡ് അത് മാറുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ചാപ്പക്കൊച്ചി 5D അങ്ങാണ്ടല്ലേ ഷൂട്ട് ചെയ്തിട്ടുള്ള. അപ്പൊ അതിന്റെ റൈറ്റിംഗ് മെറ്റീരിയൽ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ആ എക്യുപ്മെന്റ് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ അവസ്ഥകൾ ഫേസ് ചെയ്യണമെന്നുണ്ട്. അതായത് മെറ്റീരിയൽ അടിപൊളിയാണ്, പക്ഷെ നമ്മുടെ അത്ര എക്യുപ്മെന്റ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളോടെ കടന്നു പോയിട്ടുണ്ടോ? ചില സാധനങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ല, പക്ഷെ ഓൾവേസ് മെറ്റീരിയൽ തന്നെയാണ് എപ്പോഴും ദ മെയിൻ തിങ്. ഇപ്പൊ പണ്ടാണേലും ഇതൊന്നും ഇല്ലാതെയും ആൾക്കാർ ഇതിലും ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇത് മാറിക്കൊണ്ടേയിരിക്കുമല്ലോ, ടെക്നോളജി ക്യാമറ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. ഇത് മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ടയറിംഗ് ആണ്. അപ്പൊ നമ്മുടെ വർക്ക് വരുന്ന സമയത്ത് നമ്മളപ്പം അന്വേഷിക്കും ഇപ്പൊ ഏതൊക്കെയാണ് പരിപാടികൾ, ഏതൊക്കെ നമ്മളിപ്പോ ഫെലോ നമ്മുടെ ടെക്നീഷ്യൻസിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഞാൻ സ്റ്റാൻസിനെ വിളിച്ചു, അണ്ണ ഏതാ കഴിഞ്ഞ പടത്തിൽ ഏതാ പുതിയ ലൈറ്റ്സ് ഏതാ യൂസ് ചെയ്തോ, ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട്, നേരെ തിരിച്ചു. അപ്പൊ ആ സമയത്ത് മാത്രം ഇപ്പൊ നമ്മളിപ്പോ പണ്ട് നമ്മളെല്ലാവരുടെയും ഫോൺ നമ്പർ ഓർത്ത് വെച്ചിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മുൻ തലമുറകൾ സ്ഥിരമായിട്ട്. ഇന്ന് അതിന്റെ ആവശ്യമില്ല, ഇന്നെല്ലാം ഫോണിലുണ്ട്, സ്വന്തം നമ്പറുകൾ പോലും ഓർമ്മയില്ല. അത് നമ്മൾ അത് ആലോചിക്കേണ്ട കാര്യമില്ല. അത് ആലോചിച്ച് പഠിക്കാൻ പറഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് ബ്രെയിനിലെ സ്റ്റോറേജ് നമ്മൾ മിസ്യൂസ് ചെയ്യാണ്. ആവശ്യമുള്ള സമയത്ത് നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞവരാണ്. ഇത് ഇത്രയും ടെക്നോളജി കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് റിസർച്ച് ചെയ്ത് എപ്പോഴും സ്റ്റോറേജ് ില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനോട് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ കൂടുതൽ സിനിമകൾ കണ്ട് നമ്മൾ എസ്തെറ്റിക്സ് മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ട് വർക്ക് വരുന്ന ആ സമയത്തുള്ളൂ, ആ 3-4 months ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ സമയം ഓക്കെ എക്യുപ്മെന്റ് ചൂസ് ചെയ്യാനുള്ള സമയമാകുമ്പോൾ നമ്മൾ ഓക്കെ ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ഏതാ, അഫോർഡബിൾ ഏതാണ്, നമുക്ക് ഈ പർട്ടിക്കുലർ വർക്കിന് ഏതായിരിക്കും കറക്റ്റ് എന്നൊക്കെ നോക്കിയിട്ട്. ഇപ്പൊ ഈ പലപ്പോഴും എഡിറ്റേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അതായത് ഇപ്പോൾ 3 മണിക്കൂറാണ് പടങ്ങി 7.5 മണിക്കൂറിന്റെ ഒക്കെ ഫുട്ടേജ് ആണ് കൊണ്ടുവന്ന് തരുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇത് ശരിക്കും ആരുടെ ഒരു ഐഡിയയുടെ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിന്റെ കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും ഒരുപാട് ഫുട്ടേജ് വരികയും അത് എഡിറ്റർക്ക് ഒരു ഭയങ്കര വലിയേറാമലയാവുകയും ചെയ്യുന്നത്. അത് ശരിക്കും എവിടുത്തെ പ്രശ്നം കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണേ, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട്? പ്ലാനിങ്ങിന്റെ പ്രശ്നമാകാം. അല്ലാതെ നമുക്കൊരു ഐഡിയ ഇതുണ്ടെങ്കിൽ ഇത്ര ആകാന്നുള്ളതൊക്കെ ആദ്യമേ സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാകാം, ഇത്രയൊക്കെ തന്നെ വരത്തുള്ളൂ. അത് അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ പിന്നെ ഈ മുമ്പേ പറഞ്ഞ പോലെ പറയത്തില്ലേ, കുറെ ഇങ്ങനെ ഷൂട്ടിങ് സമയത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ ആഡ് ഓൺ ആയി അങ്ങനെയാണല്ലോ വലുതാകുന്നത്. അങ്ങനെ ആയിരിക്കും ലെങ്ത് വരിക, പിന്നെ ഇത് ചെറുതാക്കാൻ നോക്കുന്നു. പിന്നെ ചിലർ ആ പ്രിവിലേജ് എടുത്തിട്ട് ആലോചിക്കും നമുക്ക് എഡിറ്റിൽ നോക്കാം. അപ്പോൾ ഓക്കെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് അങ്ങനെ ഒന്നും നമുക്ക് അതും കൂടെ എടുത്ത് വെച്ചേക്കാം, നമുക്ക് എഡിറ്റിൽ തീരുമാനിക്കാം എന്നുള്ളത് ഫണ്ടിന്റെ ലക്ഷറി, പ്രിവിലേജിന്റെ ലക്ഷറി ഉള്ള ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യുന്ന അവരെ ക്രിയേറ്റീവ് ചോയ്സ് ആണ്. ഓൾറെഡി പ്രിവിലേജ് ഉണ്ടെങ്കിൽ അവരെ ഓക്കെ അത് അവരെ ക്രിയേറ്റിവിറ്റി കൂടുതൽ. വേണോ വേണ്ടോ പിന്നെ ഈ പറഞ്ഞ എല്ലാ ആംഗിളിൽ നിന്നും ഷോർട്സ് എടുക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ, ആവശ്യത്തിനുള്ള ഷോർട്സിൽ അധികമായിട്ട് എക്സ്ട്രാ ക്ലോസുകൾ, എക്സ്ട്രാ റിയാക്ഷൻസ്, ആ ഡയലോഗ് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഇത്ര ആംഗിളുകൾ എടുത്ത് എന്നാൽ ഈ ആംഗിളിൽ കൂടെ എടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് 360 ഡിഗ്രിയിൽ കവറേജ് എടുക്കുന്നത് അത് അവരുടെ ഒരു കംഫർട്ടാണ്. അവർക്ക് ചിലപ്പോൾ അത് എഡിറ്റിൽ പോയിട്ട്
കഥ മാറ്റുന്ന ആൾക്കാരുണ്ട്. ആ സീനിന്റെ തന്നെ സ്ട്രക്ചറെ മാറി ഇംപ്രവൈസ് ചെയ്ത് പുതിയ ഡയലോഗ്സ് ഡബ് ചെയ്ത് ഇറക്കണം. അപ്പൊ ഈ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളെങ്കിൽ അതിൽ ഡബ് ചെയ്ത് പറ്റില്ല. അപ്പൊ അത് എഡിറ്റിലായിരിക്കും ആ സമയത്ത് ഈ ഷോട്ട് വെച്ചേക്കും. അപ്പൊ ഞാൻ ഈ അധിക ഡയലോഗ് ഡബ് ചെയ്ത് ചേർക്കാം. അത് ചില ആൾക്കാരുടെ വർക്ക് ഫ്ലോ അങ്ങനെയാണ്. അവരതിൽ അഗ്രഗണ്യരുമാണ്. അവരതിൽ നിന്ന് മാജിക് ഉണ്ടാക്കാറുണ്ട്. കഥ മാറ്റിയിട്ട് പടത്തിന് പലപ്പോഴും പടം ഒരു എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഏതെങ്കിലും ക്രൈസിസ് ഒക്കെ കാണുക. അപ്പോൾ ഉടനെ ഇതൊരു സൊല്യൂഷൻ ആക്കി എടുത്ത് അത് ഇങ്ങനെയാക്കി ട്വീക്ക് ചെയ്തിട്ട് പടത്ത് സേവ് ചെയ്യുന്ന ബ്രില്യൻസ് കാണിക്കാറുണ്ട്. ഈ അമ്പിളിരാജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ, പക്ഷെ വളരെ കേപ്പബിൾ ആണ് അദ്ദേഹം. ഒരുപാട് പവർ ആളുടെ കയ്യിലുണ്ട്, പല ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ. ഇത് ശരിക്കും ഏതെങ്കിലും ഒരാളെ എപ്പോഴെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ഓർമ്മയില്ല. വായിച്ചോ കേട്ടോ? ഇല്ല, അങ്ങനെയില്ല. പിന്നെ പലപ്പോഴും നമ്മൾ അങ്ങനത്തെ ആളുകളില്ല. അതായത് ഒരു ചിലപ്പോൾ ബേസിക്കലി ചിലപ്പോൾ ഒരു പ്യൂണോ ക്ലർക്കോ ഒക്കെ ആയിരിക്കും, പക്ഷെ മൊത്തം സെക്രട്ടേറിയറ്റിന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനത്തെ ഇപ്പോൾ എഴുത്തിലേക്ക് വരുന്ന സമയത്തെ കിഷ്കിന്ധയ്ക്ക് ശേഷം ബാഹുലിന്റെ പുറത്തുള്ള പ്രഷർ ആസ് എ റൈറ്റർ അത് വളരെ കൂടുതലാണോ? ഇല്ല, കാരണം ഇത് കിഷ്കിന്ധയുടെ ഇറങ്ങുന്നതിന് എത്ര മുന്നേ ആണല്ലോ ഇത് എഴുതിയത്. കിഷ്കിന്ധയുടെ ഷൂട്ട് കഴിഞ്ഞ സമയത്താണ് ഇത് എഴുതിയത്. കിഷ്കിന്ധയുടെ ഫൈനൽ എഡിറ്റിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ ഇതിന്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞായിരുന്നു. ഇതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ കിഷ്കിന്ധയുടെ ഫൈനൽ എഡിറ്റിന് പോകുന്നത്. അതിൻ്റെ എൻ്റയർ പോസ്റ്റ് പ്രൊഡക്ഷൻ, മ്യൂസിക് പരിപാടികളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. ഒരു പോയിന്റിൽ കിഷ്കിന്ധയുടെ റിലീസ് ഡേറ്റ് ഇങ്ങനെ ഫിക്സ് ആവാതിരിക്കുന്ന സമയത്ത് ഒരു പോയിന്റിൽ ഇങ്ങനെ ഇനി KCF ആയിരിക്കും ആദ്യം ഇറങ്ങാൻ പോണ വർക്ക് എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നു. അല്ലേ, 2024 മാർച്ച് ഏപ്രിലിൽ ഇത് ഷൂട്ട് കഴിഞ്ഞതാണ്. കിഷ്കിന്ധ 23 ഓഗസ്റ്റ് ഷൂട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടും ഫസ്റ്റ് പടമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ രണ്ടും കണ്ടത്. ഈ ഇപ്പോൾ നമുക്ക് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണല്ലോ എഴുത്തുകാര്. അപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫി അവിടെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു റൈറ്റർ ആവുന്ന ബാഹുൽ അങ്ങനെ? ഇല്ല. എനിക്ക് ഞാൻ ഇന്ന് നേരത്തെ പറയായിരുന്നു, ഇപ്പം ഇനിയും എഴുതാൻ പറ്റുമോ എനിക്ക് അറിയുകയും ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. എഴുതി പോകുമ്പോൾ കംപ്ലീറ്റ് ആയാലായി, ലോട്ടറി എടുക്കണ പോലെയാണ്. അപ്പോൾ ഈ പറഞ്ഞാൽ ഇനി അങ്ങനെ ഒന്നും എഴുതാൻ പറ്റുമോന്നോ കംപ്ലീറ്റ് ആവുമെന്നോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആഗ്രഹമുണ്ട്, നടന്നാൽ നടക്കട്ടെ, വലിയ ആംബിഷൻസ് ഒന്നുമില്ല, ഉണങ്ങി പോട്ടെ. എന്നാലും സിനിമാറ്റോഗ്രാഫി സജീവമായിട്ട് കൊണ്ടുപോകണം എന്നാണുള്ളത്. അത് എപ്പോഴും നമ്മുടെ ഒരു തൊഴിൽ പോലെ ഇഷ്ടമുള്ളൊരു മേഖല, പാഷൻ എന്നുള്ള രീതിയിൽ അത് സൈഡിൽ കൂടെ കൊണ്ടുപോകണം. അതിനിടയിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യണം. അത് കംപ്ലീറ്റ് ആകാൻ പറ്റി, അത് മെറ്റീരിയൽ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഹാപ്പി. ഈ ബാഹുലിൽ ഒരു കഥാകാരൻ ഉണ്ടെന്നൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലാക്കണം. ഞങ്ങള് ഒരേ സെയിം കോളേജ് സീനിയർ ആയിരുന്നു. ഞാനും എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ അഹമ്മദ് അവിടെ പഠിച്ചിട്ടുള്ള, ഞങ്ങളുടെ അവിടെ പഠിച്ചിട്ടുള്ള. അപ്പോളേ അവന്റെ സാധനങ്ങളൊക്കെ എഴുതുന്ന അവൻ തന്നെയാണ്. അപ്പൊ തൊട്ട് നമുക്കറിയാം ബാഹുൽ. പക്ഷെ ബാഹുൽ എന്താ പറയുന്ന വെച്ചാൽ ബാഹുലിന്റെ പാഷൻ എപ്പോഴും സിനിമയാണ് പാഷൻ. പക്ഷെ റൈറ്റർ ഉണ്ട് ഉള്ളിൽ, പക്ഷെ അതിനെക്കാട്ടും സിനിമാറ്റോഗ്രഫിയാണ്. പക്ഷെ അതിങ്ങനെ കൊണ്ടുപോയി പോവുകയായിരുന്നു. പക്ഷെ ഏതോ പോയിന്റിൽ അവൻ സ്വന്തമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഗ്രേസ്ഫുൾ ആയ സമയത്ത് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി എല്ലാം അവൻ തന്നെയാണ് എഴുതുന്നത്. എല്ലാ പരിപാടികളും അവൻ തന്നെയാണ്. അതിനുള്ളിലുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ അപ്പോഴാണ് എനിക്ക് തോന്നുന്നു അഹമ്മദ് കിഷ്കിന്ധ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. എപ്പോഴും ഇത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്ക് തൊട്ട് ഇപ്പം ആഷിക്ക് വേറൊരു പരിപാടിയായിട്ട് ബിസി ആണെന്ന് പറഞ്ഞു, ബാഹുൽ എന്നുള്ള സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു സീരീസിന്റെ സ്ക്രിപ്റ്റും കൂടെ കൊടുത്തു. അപ്പൊ അങ്ങോട്ട് കൊടുക്കാന്ന് അങ്ങനെയാണ്. അപ്പൊ ഞാൻ അടിപൊളി ഗംഭീരമായിരിക്കും, അടിപൊളിയായിരിക്കുന്നു. പിന്നെ അതങ്ങനെ അങ്ങ് ഫ്ലോയിൽ പോയി. പിന്നെ കിഷ്കിന്ധ അങ്ങ് കയറി. നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ബാഹുലിനുള്ളിൽ ഒരു ഡയറക്ടറും ഉണ്ട്. അതെപ്പോ ഇറങ്ങി വരും എന്നുള്ളത്. എപ്പോ ഇറങ്ങി വരും? ഇല്ല, അത് ഞാൻ ചങ്ങല കിട്ടേക്കും.